അലൈക്കും വറഹ്മത്തുള്ളാ. 7th ചാപ്റ്ററിൽ നമ്മൾ മോട്ടിവേഷൻ ഫ്രം കൺസെപ്റ്റ്സ് ടു അപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അതിൽ ഇതെന്ന് വെച്ചാൽ ഈ കൺസെപ്റ്റിൽ നിന്നും കൺസെപ്റ്റിൽ നിന്നും അപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ വർക്ക് പ്ലേസിനെ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള മോട്ടിവേഷണൽ തിയറികളെ അത് നമ്മൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഒരു മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ആൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ആൾ എങ്ങനെയാണ് നമ്മുടെ എംപ്ലോയികളുടെ വർക്ക് അല്ലെങ്കിൽ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മോട്ടിവേഷണൽ കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് അവർ അപ്ലൈ ചെയ്യുന്നത് വിലയിരുത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്താണ്, അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ എംപ്ലോയിയുടെ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും, പിന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, പിന്നെ അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും, പിന്നെ അവരുടെ ആബ്സെൻറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊക്കെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മളുടെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒരു ഗോൾ ഉണ്ടാവും, അതിലേക്ക് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രോപ്പർ ആപ്ലിക്കേഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇനി അടുത്തത് ജോബ് ഡിസൈൻ ആസ് എ മോട്ടിവേഷൻ ടൂൾ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജോബ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ തന്നെ ജോബ് ഡിസൈൻ ചെയ്യുന്നത് മോട്ടിവേഷൻ്റെ ഒരു കാരണം ഇതാവാൻ സാധിക്കും. അതിലൊന്നാമത്തെ രീതി എന്ന് പറയുന്നത് ജോബ് റൊട്ടേഷനാണ്. ഷിഫ്റ്റിംഗ് എംപ്ലോയീസ് ഫ്രം വൺ ജോബ് ടു അനദർ. അപ്പോൾ എല്ലാ സമയത്തും ഒരു എംപ്ലോയിനെ തന്നെ ഒരു സ്ഥലത്ത് നിർത്താതെ അവർക്ക് വ്യത്യസ്ത ജോബുകൾ കൊടുക്കുക, അവർക്ക് ബോറ് അടിക്കാത്ത രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ മാറ്റി കൊടുക്കുക, സ്ട്രീമുകൾ മാറ്റി കൊടുക്കുക. പിന്നെ അവർ വെറൈറ്റി സ്കില്ലുകൾക്ക് അവരെ പ്രാപ്തരാക്കാനുള്ള ജോബുകൾ അവർക്ക് കൊടുക്കുക. പിന്നെ ജോബ് എൻലാർജ്മെൻറ്റ്. പിന്നെ ഓരോ സമയത്തും ഓരോ എംപ്ലോയിക്കും കൊടുക്കുന്ന നമ്പർ ഓഫ് ടാസ്കുകൾ എല്ലാ സമയത്തും ഒരുപോലെ ആക്കാതെ അതിങ്ങനെ മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് വെറൈറ്റി ടാസ്കുകൾ പൂർത്തീകരിക്കാനുള്ളൊരു മോട്ടിവേഷനായിരിക്കും. അടുത്ത് പറയുന്നത് ജോബ് എൻറിച്ച്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയീസിനും ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ജോബ് ബൈ ആഡിങ് റെസ്പോൺസിബിലിറ്റി. പുതിയ റെസ്പോൺസിബിലിറ്റികൾ അവരുടെ ജോബിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ എംപ്ലോയിൻ്റെ അച്ചീവ്മെൻറ്റ് റെക്കഗ്നൈസേഷനൊക്കെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തത് ഗോൾ സെറ്റിംഗ് തിയറി. അപ്ലിക്കേഷൻ ലെവലിൽ ഗോൾ സെറ്റിംഗ് തിയറികളാണ്. ഇത് പ്രൊപ്പോസ്ഡ് ബൈ എഡ്വിൻ ലോക്കെ ആണ് ഇങ്ങനത്തെ ഈ ഒരു തിയറി. ഇത് ഗോൾ സെറ്റിംഗ് തിയറി എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് എംപ്ലോയീസിൻ്റെ ഗോള് കൃത്യമായ ഗോള് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ എംപ്ലോയിക്കും മെഷറബിൾ ആയിട്ടുള്ള അച്ചീവബിൾ ആയിട്ടുള്ള ഓരോരുത്തർക്ക് സാധിക്കുന്ന അതന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്ലിയർ ഗോൾ ടൈം ബോണ്ടായിട്ട് ക്ലിയർ ഗോൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ കമ്മിറ്റ്മെൻറ്റ് കൂട്ടാനും പിന്നെ അവർക്ക് ചെയ്ത് തീർക്കാനുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കത് ഈസി ആയിട്ട് അവർക്കത് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തത് റീഎൻഫോഴ്സ്മെൻറ്റ് തിയറിയാണ്. BF സ്കിന്നറുടെ അതിൽ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും ഉണ്ട്, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ റിവാർഡ്സ് ഡിസേബിൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് റിവാർഡ്സ് കൊടുക്കുക. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് അൺപ്ലസൻറ്റ് കണ്ടീഷൻസ് അവർക്ക് ഈ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കണ്ടീഷനുകൾ റിമൂവ് ചെയ്തെടുക്കുക. പിന്നെ പണിഷ്മെൻറ്റ് അവർ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ അവർ ചെയ്തിടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അവർക്ക് ഡിസ്കറേജ് ചെയ്യുന്ന പണിഷ്മെൻറ്റുകൾക്ക് അവർ കൊടുക്കുക. പിന്നെ എക്സ്റ്റൻഷൻ വിത്ത്ഡ്രോവൽ ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ്, തീരെ റീഎൻഫോഴ്സ്മെൻറ്റ് തന്നെ ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റാണ് ഏറ്റവും ബെറ്ററായിട്ട് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അടുത്ത് ഇക്വിറ്റി തിയറിയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയിയും വേറൊരു എംപ്ലോയിനെ വെച്ചിട്ട് അവരുടെ ഔട്ട്പുട്ടുകളെ ഇൻപുട്ടുകളെ മെഷർ ചെയ്യുക. അതിൽ ഡിസാറ്റിസ്ഫാക്ഷനോ ഇനീക്വാലിറ്റിയോ വരാതെ മാനേജർ കൈകാര്യം ചെയ്യണം. എന്ന് പറഞ്ഞാൽ അവർ സ്വയം അതിനെ വിലയിരുത്തുക എന്നുള്ളതാണ്. പിന്നെ എക്സ്പെക്റ്റൻസി തിയറിയാണ്. വിക്ടർ റൂം
ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറിയാണ്. എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റൻസി എഫേർട്ട് ലീഡ് ടു പെർഫോമൻസ്. നല്ല എഫേർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നല്ല പെർഫോമൻസിലേക്ക് സഹായിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഇൻസ്ട്രുമെൻറ്റാലിറ്റി പെർഫോമൻസ് ലീഡ്സ് ടു റിവാർഡ്. ഈ നല്ല പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല റിവാർഡ് കിട്ടും. പിന്നെ നല്ല വാല്യുള്ള റിവാർഡായിരിക്കണം. ബാലൻസ് പ്രധാനമാണ്, റിവാർഡിൻ്റെ ബാലൻസ് പ്രധാനമാണ്. അപ്പോൾ ഇത് കാരണം എന്ത് മോട്ടിവേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള റിവാർഡുകൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഒന്ന് ഫൈനാൻഷ്യൽ, പിന്നെ നോൺ ഫൈനാൻഷ്യൽ ഉണ്ട്. ലൈക്ക് സാലറി, ഇൻസെൻറ്റീവ് ഒക്കെ ഫൈനാൻഷ്യലി പെടും. പിന്നെ റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ പ്രൊമോഷൻ, ജോബ് സെക്യൂരിറ്റി, കരിയർ ഗ്രോത്ത്, ഇതൊക്കെ നോൺ ഫൈനാൻഷ്യലും പെടും. അപ്പോൾ മോട്ടിവേഷൻ തിയറി അപ്ലിക്കേഷൻ്റെ വരിക എന്നുള്ളത് എന്താണ്, ഓർഗനൈസേഷൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനും എഫക്റ്റീവായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ജോലിക്കാരുടെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനും ഇതൊക്കെ സഹായിക്കുമെന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.